മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇന്നാണ് കണ്ടത്. നോക്കുമ്പോൾ ഡോക്ടർ ലീലാവതി ടീച്ചർ ഇങ്ങനെ ഐശ്വര്യത്തോടെ ചിരിക്കുന്ന സുന്ദര ചിത്രം. ആ ടീച്ചറുടെ പുടവത്തുമ്പിൽ അമ്മ മലയാളം എന്ന ഗംഭീരമായിട്ടൊരു എഴുത്തും. ഏറെ നേരം ആ ചിരിയും എഴുത്തും അങ്ങനെ നോക്കിയിരുന്നു പോയി. ടീച്ചറുടെ ആത്മകഥ ഈ ലക്കം തുടങ്ങുന്നു എന്നറിഞ്ഞാണ് മാതൃഭൂമി എന്നെടുത്തത്. സ്വാഭാവികമായും അമ്മ മലയാളം എന്ന് കണ്ടപ്പോൾ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്കയുണ്ടായിരുന്നത് സത്യം. ടീച്ചർ ആത്മകഥ എഴുതിയാലും ആ തലക്കെട്ട് എത്ര അനുയോജ്യമായിരിക്കും എന്നാലോചിച്ച് നോക്കൂ. പക്ഷെ യഥാർത്ഥത്തിൽ ടീച്ചറുടെ ആത്മകഥയുടെ തലക്കെട്ട് അതിലും ഗംഭീരമായ മറ്റൊന്നാണ്. ധ്വനിപ്രകാരം ഇത് അമ്മ മലയാളത്തിനേക്കാൾ എന്തായാലും വേറൊരു ഗംഭീരം. ഒരു പക്ഷേ എഴുത്തിൽ ലീലാവതി ടീച്ചർ അവലംബിക്കുന്ന മാർഗത്തെ കൂടി ഈ പേര് സൂചിപ്പിക്കുന്നുണ്ടാവുമോ എന്നൊരു ആലോചനയുടെ മധുരത്തോടെയാണ് വായനയിലേക്ക് എത്തിയത്. അപ്പോഴിതാ പേരിനേക്കാൾ ഗംഭീരമായിട്ടുള്ള തുടക്ക്. കഥകളി കാണാനായിട്ടിരിക്കുമ്പോൾ ആദ്യം മൃദംഗാണ് വരിക, മേളപ്പദം വരും. മേളപ്പദം അങ്ങനെ പെരുകുമ്പോൾ ഈ കഥകളി ഇങ്ങനെ ഭ്രമിച്ച് നടക്കുന്നവർ പറയാറുണ്ട്, പദം കേൾക്കുമ്പോഴേ അറിയാം എന്താവും ഇന്ന് കളിന്ന്. അപ്പം ഞാൻ അമ്പരപ്പാറുണ്ട്, കൊട്ടുന്ന ആളും പാടുന്ന ആളും വേറെയല്ലേ, പിന്നെ എന്താ അങ്ങനെയെന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായി അതൊക്കെയും അതിൻ്റെ എല്ലാ രസച്ചേരുവകളും ചേർന്നതാണെന്ന്. മഴപ്പദം, തിരനോട്ടം ഒക്കെയും കൂടി. അതല്ലല്ലോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പോലെ ആദ്യം തന്നെ ടീച്ചറുടെ ആത്മകഥയിലേക്ക് കടക്കും മുമ്പുള്ള മേളപ്പദം പോലെയുള്ള ആ മുഖവുരയുണ്ട്. അത് തന്നെ വായിച്ച് ഒരു കുറച്ച് ഞാൻ വായിച്ചു തരാമേ. ഒത്തിരി വായിച്ചിട്ട് വേണം മാതൃഭൂമിക്കാർ എനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട്. അപ്പോൾ ടീച്ചർ എങ്ങനെയാണ് ഈ സാഹിത്യത്തിലേക്ക് കടന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ അതിനകത്തൊരു കാര്യം എനിക്കിഷ്ടമായി. ഒരു ഭാഷയിലുള്ള പദങ്ങൾ മുഴുവൻ പഠിച്ച് പണ്ഡിതനാവാൻ പ്രയത്നം കൊണ്ട് കഴിയുമെങ്കിലും അവയിൽ ചിലത് മെനഞ്ഞെടുത്ത് ഉദാത്തമായ കവിതയോ കഥയോ രചിക്കാൻ ഇച്ഛ കൊണ്ട് മാത്രം എല്ലാവരും ശക്തരാകുന്നില്ല. വാസനാബലം എന്ന ഇന്നും ഏറെക്കുറെ അവ്യാഖ്യായമായിരിക്കുന്ന ശക്തിവിശേഷം സർഗക്രിയകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാഹിത്യത്തിൽ ശക്തി എന്ന് തന്നെയാണ് അതിന് ഭാരതീയർ പേരിട്ടത്. ശക്തിയുള്ളവർക്ക് പ്രയത്നം കൊണ്ട് നേടുന്ന നിപുണതയുടെ തോതനുസരിച്ച് അതിനെ വികസിപ്പിക്കാൻ കഴിയുന്നു. ജനിതക കോശങ്ങളിൽ ലിഖിതമായ ഒരുതരം സന്ദേശത്തെയാണ് ശക്തിയുടെ മറ്റൊരു പേരായ വാസന കൊണ്ട് വിവക്ഷിക്കുന്നത്. ചിലർക്ക് ഇത്തരം വാസനകൾ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടുന്നു. അതിനെ പാരമ്പര്യമെന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ അറിയപ്പെട്ട പാരമ്പര്യമില്ലാത്തവർക്കും വാസനാവിശേഷങ്ങൾ കാണാറുണ്ട്. നമ്മളെപ്പോഴും ആലോചിക്കാറില്ലേ, സാഹിത്യകാരന്മാർക്ക് എന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെ പലതുമില്ലേ. യഥാർത്ഥത്തിൽ സാഹിത്യം എന്ന ആ ഒരു രചനാ വൈഭവത്തിൻ്റെ ശക്തി എന്തുകൊണ്ടാണ് അവർക്ക് അവരോടും സമൂഹത്തോടും ഒരു ഉത്തരവാദിത്വമുള്ളത്, നമ്മൾ അവരെ കുറച്ചൊക്കെ ഒന്ന് വേറിട്ട് ബഹുമാനിക്കുന്നത് എന്നത് ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാണ് നമുക്ക് വിശദീകരിച്ച് തരിക? സാഹിത്യത്തിൻ്റെ ശക്തി, വാസനാബലം, അതിനെ എങ്ങനെയൊക്കെയാണ് ഒരാളിലേക്ക് സമ്മതിക്കുക? അത് അടുത്ത കാലത്ത് കേട്ട ഏറ്റവും മനോഹരമായ ആ ഒരു വിശദീകരണത്തിൻ്റെ സുഖത്തിൽ ഇനി നമുക്ക് ടീച്ചറുടെ കഥയിലേക്ക് കിടക്കാം. അത് അതിനേക്കാൾ രസമാണ് കേട്ടോ. പഴയ കാലത്തേക്ക് നമ്മൾ മദനൻ്റെ വരയാണെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. നമ്മൾ ഏതോ പഴയ കാലത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. സാഹിത്യത്തിൽ ഏറ്റവും കമ്പമുള്ള ഒരു കുടുംബത്തിലേക്ക് മലയാള സാഹിത്യ ചരിത്രം പഠിക്കാനിടയാകുന്നതിനും എത്രയോ മുൻപേ അതിലെ കേൾവിക്കഥകൾ കേട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് രാമപുരത്ത് വാര്യർ തേവന് ചാർത്താനുള്ള മാല കെട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു കഥ നല്ല രസം ഞാനും കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇങ്ങനെ രാമപുരത്ത് വാര്യർ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മാല. അപ്പോൾ കൂത്തുകാരൻ ചെന്ന് ചോദിക്കും, താനെന്താ എൻ്റെ കൂത്ത് കാണാൻ വരാത്തത്? എല്ലാവരും വരുന്നുണ്ടല്ലോ, ബഹുകേമാണല്ലോ എൻ്റെ കൂത്ത്, പിന്നെന്താ താൻ വരാത്തതെന്ന്. അപ്പോൾ രാമപുരത്ത് വാര്യർ തിരിച്ചു പറഞ്ഞത്രേ, താനെന്താ എൻ്റെ മാലകെട്ട് കാണാൻ വരാത്തത്? എത്ര രസകരമായ ഒരു ചോദ്യമാണല്ലേ, എന്തൊരു ഗംഭീര ചോദ്യമാണ് അത്. കൂത്ത് അദ്ദേഹത്തിൻ്റെ കലയാണെങ്കിലും മാലകെട്ട് ഇദ്ദേഹത്തിൻ്റെ കലയാണ്. അപ്പോൾ അതെന്താണ് കാണാനെന്നുള്ളത് ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം മാലകെട്ടിൽ കാണാനുള്ളതെന്ന് പിറ്റേ ദിവസം ചാക്യാർക്ക് മാലയിൽ പൂക്കളുടെ വിന്യാസത്തിലൂടെ അദ്ദേഹം ഒരു ശ്ലോകം തന്നെ എഴുതിയത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ,
പൂക്കൾ കെട്ടി ഒരു ശ്ലോകം അതിൽ തെളിയിക്കുക എന്ന് പറയുന്നത്, ആ ശ്ലോകം ഇങ്ങനെയാണ്: ന കൃതം സുകൃതം കിഞ്ചിത് ബഹുധാ ദുഷ്കൃതം കൃതം ന ജാനേ ജാനകി ജാനേ യമാഹ്വാനേ കിമുത്തരം. ഒരു സുഹൃതവും ചെയ്തിട്ടില്ല, ഒരുപാട് ദുഷ്കൃതം ചെയ്തിട്ടുണ്ട്. ജാനകി, ദൈവമേ എനിക്കറിയില്ല, ഭഗവാനെ ശ്രീരാമ, യമൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും എന്ന ആ പ്രശസ്തമായ ശ്ലോകം ആ മാല കെട്ടിക്കൂടി കാണിച്ചത്രേ. ഇങ്ങനെ അങ്ങോട്ട് കുറേ ചെറിയ ഇത് തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കേണ്ടത്. ചെറിയ ചെറിയ വാക്കുകളിലൂടെ വളരെ ലളിതമായ രീതിയിൽ തന്നെ, എന്നാൽ ഒരുപാട് ആ രാമപുരത്തുകാരൊരു മാലകെട്ടിലൂടെ പല ശ്ലോകങ്ങളും തെളിയിച്ചതുപോലെ ഓരോ പദങ്ങളിലൂടെ, ഓരോ ഇൻസിഡൻറ്റിലൂടെ. അല്ല, അമ്മയെക്കുറിച്ചൊക്കെയുള്ള വിവരണം ഒന്ന് വായിക്കണം കേട്ടോ. ഈ അമ്മയുടെ മകളാണെങ്കിൽ ലീലാവതി ടീച്ചർ ഇങ്ങനെ ഇത്രയ്ക്ക് ബോൾഡായിട്ടും ഇത്രയ്ക്ക് ലാളിത്യം രണ്ടും ഒരേപോലെ വരുന്നതിൽ യാതൊരു അതിശയവും ഇല്ലെന്ന് നമ്മൾ ആലോചിച്ചു പോവും. ടീച്ചറുടെ ആ എഴുത്ത് വായിക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ എഴുത്തിലൂടെ വരുമ്പോൾ എപ്പോഴും വായിച്ചു കഴിഞ്ഞപ്പോഴും മനസ്സിൽ നിൽക്കുന്ന അതാണ്, എഴുതാനുള്ള കഴിവ് അതൊരു ശക്തിയാണ്. ആ ശക്തി പ്രയോഗിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ആളും ഉത്തരവാദിത്തോടെ ആവണം. അത് ഏൽക്കുന്നയാളുടെ ഉത്തരവാദിത്വവും ചെറുതല്ല. ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത്. നിങ്ങളും വായിച്ചിട്ട് എന്താ നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്ന പൂവെന്ന് ആലോചിച്ച് നോക്കൂ. ശുഭരാത്രി.